എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി, ഒരാഴ്ച കൂടി നവംബർ മാസത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്നു. ആയുസ് തരുന്നു, ആരോഗ്യം തരുന്നു, വാഗ്ദത്തങ്ങൾ തരുന്നു, വാഗ്ദത്തങ്ങൾക്ക് നിവർത്തി തരുന്നു. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ അല്ലെങ്കിൽ മാറാത്തവരെന്ന് ദൈവവചനം പറയുന്നു. ദൈവവചനം എന്തു പറയുന്നു? അതാണ് നമ്മൾ. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് കരുതും എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെന്നാ ഓർക്കും, അവരെന്താ ഓർക്കും? ആര് എന്തു ഓർത്താലും നമ്മൾ നമ്മെക്കുറിച്ച് ഓർക്കുന്നതാണ് പ്രധാനം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് ഓർക്കണമെന്നില്ല. നമ്മൾ എത്ര നല്ലത് ചെയ്താലും അത് നല്ലതായിട്ട് ഓർക്കണമെന്നില്ല. എന്നാൽ നമ്മൾ നമ്മെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ. മറ്റുള്ളവർക്ക് എന്തും ചിന്തിക്കാം, ബഹുജനമാണ്. ദൈവമില്ലാത്തവരും ദൈവമുള്ളവരും എല്ലാം പല രീതിയിൽ ചിന്തിക്കാം. എന്നാൽ നാം നമ്മെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചിന്തിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ച് എപ്പോഴും വലിയ സ്വപ്നങ്ങളും വലിയ ദാഹവും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും ഉള്ളവരായിരിക്കണം. നമ്മുടെ ഭാവിയെക്കുറിച്ച് എപ്പോഴും നമുക്ക് വലിയ പ്രത്യാശയായിരിക്കണം. നാം എന്ത് ചിന്തിക്കുന്നുവോ അത് മാത്രമേ സംഭവിക്കൂ. മറ്റുള്ളവരുടെ ചിന്തകൾക്കൊത്തവണ്ണം ജീവിക്കരുത്. നമ്മുടെ ചിന്തകൾക്കൊത്തവണ്ണം നമുക്ക് മുന്നേറാൻ യേശു നമ്മെ ഇന്നു മുതൽ, ഈ ആഴ്ച മുതൽ കർത്താവ് കൃപ തരട്ടെ. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമായ 48 വരെ നമ്മൾ ധ്യാനിച്ചതാണ്. ഇനി ഒരു 2-3 വാക്യം കൂടി ഒന്ന് വായിച്ചു നമുക്ക് പോകാം. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒത്തിരി പ്രാവശ്യം ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിലുണ്ട്, 12-ാം അധ്യായത്തിലുണ്ട്. ദൈവവചനം പരന്നു, എല്ലായിടത്തും വ്യാപിച്ചു. ദൈവവചനം എങ്ങനെയാ വ്യാപിക്കുന്നത്? കഴിഞ്ഞ ദിവസം എറണാകുളം വഴി പോയപ്പോൾ അവിടെ വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ്റെയാണത്. ജീസസ് ജനറേഷൻ എന്ന ചർച്ച് അവരുടെ വകയായിട്ട് വലിയൊരു കട്ടൗട്ട് വെച്ചിരിക്കുന്നു. മറ്റൊരുത്തൻ്റെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വലിയ പരസ്യമാണ്. സുവിശേഷം അറിയിക്കുവാൻ വളരെ പൈസ മുടക്കി ആ ദേവദാസൻ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടെയാണ്, അദ്ദേഹം അങ്ങനെ വെച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറ ഏരിയയിലാണത് കണ്ടത്. സുവിശേഷം എല്ലായിടത്തും വ്യാപിക്കുന്നത് അത് മാത്രമാണോ? അല്ല. സുവിശേഷം എല്ലായിടത്തും വ്യാപിക്കുന്നതിന് അത് മാത്രം പോരാ. ടി വിയിൽ വരുന്ന പ്രോഗ്രാം മാത്രം പോരാ. വ്യക്തിപരമായി എല്ലാവരിലേക്കും ഇത് പരക്കപ്പെടണം. എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് വന്ന് വീഴണം. ദൈവവചനം വ്യാപിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒത്തിരി ഹൃദയങ്ങളിൽ ദൈവവചനം എത്തി, അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് തന്നെയാണ്. ആ കാലത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഉടനെ അഭിഷേകം പ്രാപിക്കും, ഉടനെ സ്നാനപ്പെടും. ഷണ്ണന്റെ ചരിത്രം അതല്ലേ? ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്തു വിരോധം? രക്ഷിക്കപ്പെട്ട ആ നിമിഷം തന്നെ സ്നാനവും. ദൈവവചനത്തിൽ നോക്കിക്കോ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ അവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്ന എല്ലാവരെയും കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. അന്യഭാഷ പറയുന്നവരെയെല്ലാം കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. പ്രവചിക്കുന്നവരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി.
ആ കാലത്ത് എല്ലാം ശക്തമായി വ്യാപരിക്കുമായിരുന്നു. ദൈവവചനം അതുകൊണ്ട് വളരെ വേഗത്തിൽ ചലിക്കുമായിരുന്നു. അതായത് ഒരാൾ യേശുവിനെ സ്വീകരിച്ച് അന്ന് മുതൽ പുതിയ സൃഷ്ടിയായി സുവിശേഷകനായി തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. വി എ തമ്പിച്ചാൻ എന്ന ദേവദാസൻ 4500 ചർച്ചകൾ ഉണ്ടായിരുന്ന പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കൂടെ വർഷങ്ങൾ ഞാൻ ഒരു കൂട്ടുയാത്രക്കാരനായിരുന്നു. തമ്പിച്ചാന് അദ്ദേഹത്തെ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എരിവും തീഷ്ണതയും ആ പ്രായം ആയ സമയത്തും കണ്ട് അമ്പരന്നിട്ടുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് 19ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അന്ന് രാത്രി തന്നെ സുവിശേഷം പറയാൻ തുടങ്ങി. ആ ആഴ്ച തന്നെ പരസ്യയോഗം നടത്താൻ തുടങ്ങി. ആരുമില്ല കൂടെ, തൻ്റെ ദേശത്തുനിന്ന് ആരുമില്ല. ഒറ്റയ്ക്കത് ആരംഭിച്ചു. ആരും പഠിപ്പിച്ചില്ല. ഇത് വ്യാപിക്കുന്ന ഒന്നാണ്. ദൈവരാജ്യത്തിൽ ഈസ്റ്റിനെ പോലെ ആണ് ദൈവരാജ്യം. പുളിച്ച മാവാണ് എന്ന് യേശു പഠിപ്പിച്ചു. അത് അല്പമേ ഉള്ളൂ, എന്നാൽ അത് അല്പം മതി മുഴുവൻ മാവിനെയും ഒന്ന് വിടാതെ പുളിപ്പിക്കും. അതാണ് ഈസ്റ്റിൻ്റെ പ്രത്യേകത. ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം എന്ന് യേശു പറഞ്ഞത് അതാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇറങ്ങിയത്? ബാക്കി എല്ലാവരെയും നിങ്ങൾ മാറ്റിമറിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണോ എന്ന് വിശ്വാസത്തിൽ നിങ്ങൾ അടുക്കൽ വരുന്നവരെയെല്ലാം നിങ്ങൾ സൗഖ്യമാക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇപ്പോഴായിരിക്കുന്നത്? നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ജീവിതം നിങ്ങൾ മുഖാന്തരം മാറും. നിങ്ങൾ ഒറ്റയ്ക്കാണോ? ഇന്ന് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വഴിയിലുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് മതി. നിങ്ങളുടെ സമൂഹത്തെ മുഴുവനും മാറ്റിമറിക്കാനുള്ളത് ദൈവം നിങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ സത്യമാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒന്ന്. യേശു ഒറ്റയ്ക്കായിരുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങൾ ഒറ്റയ്ക്കാണ്. യേശു പ്രസംഗിച്ചത് ഒറ്റയ്ക്കാണ്. ശിഷ്യന്മാർക്ക് അന്ന് അഭിഷേകമില്ല. രോഗികളെ സൗഖ്യമാക്കിയത് ഒറ്റയ്ക്കാണ്. പിന്നീട് യേശു അവർക്ക് അധികാരം കൊടുത്തെങ്കിലും യേശു ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം പിതാവിൻ്റെ വലത്തെ ഭാഗത്തേക്ക് കയറിപ്പോയി. പരിശുദ്ധാത്മാവ് വന്നു. പിന്നീട് യേശു ചെയ്തതിനേക്കാൾ അധികം ഈ ശിഷ്യന്മാർ ചെയ്തതാണ് ബൈബിളിലെ ചരിത്രം. ഭൂമിയുടെ അറ്റത്തോളം മുഴുവൻ ജനങ്ങളെയും മാറ്റാനുള്ളത് ഈ 12 ശിഷ്യന്മാരാകുന്ന കടുകുമണിയിലേക്ക്, അല്ലെങ്കിൽ ഈ പുളിച്ച മാവിലേക്ക് കർത്താവ് ഇട്ടുകൊടുത്തു. വളരെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മാറ്റിമറിക്കുവാൻ ഉള്ളത് എന്നിലും നിങ്ങളിലും ഉണ്ടെന്നുള്ള ചിന്തയിലായിരിക്കണം ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാൻ. എന്നിൽ അതുണ്ട്. യേശു ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 17 മുതൽ വായിക്കുമ്പോൾ കാണാം, എന്നെ ദൈവം അയച്ചിരിക്കുന്നു, എന്നെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു, ആ അഭിഷേകം എൻ്റെ മേലുണ്ട്. ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുടന്മാരെ കാഴ്ചയുള്ളവരാക്കാൻ, എളിയവരോട് സദ്വാർത്ത പറയുവാൻ, ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് എൻ്റെ മേലുണ്ട്. അപ്പം നമ്മളിൽ ഉള്ളത് ചിന്തിക്കണം. മറ്റുള്ളവരെന്ത് ചിന്തിച്ചാലും നമുക്കെന്താ എന്ന് കരുതി മറ്റുള്ളവർ മോശമായി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. മാന്യ വസ്ത്രധാരണവും മാന്യമായ പെരുമാറ്റവും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. ചിലരുണ്ട് മറ്റുള്ളവര് എന്ത് തോന്നിയാലും ഞാൻ എൻ്റെ തോന്നിയാസമൊക്കെ കാണിക്കും. ആ തോന്നിയാസത്തെക്കുറിച്ചല്ല, വെറുതെ ഇരുന്നുകൊണ്ട് ചിലര് മറ്റുള്ളവർ എന്നാ വിചാരിക്കും, ചർച്ചിൽ വന്നാലോ ഒന്ന് ആരാധിക്കില്ല, ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കില്ല,
കൈ ഉയർത്തി ആരാധിക്കില്ല. കാരണം മറ്റുള്ളവർക്ക് എന്നാ തോന്നും. ആ ഒരു ചിന്താഗതി മാറണം. ഞാൻ നിറവുള്ള വ്യക്തിയാണ്, ഞാൻ വിളിയുള്ള വ്യക്തിയാണ്, ഞാൻ അഭിഷേകമുള്ള വ്യക്തിയാണ്, ഞാനൊരു ഈസ്റ്റാണ്, ഞാൻ എല്ലായിടത്തും വ്യാപരിക്കുവാൻ ശേഷിയുള്ള, എല്ലാ കുടുംബങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. അവൻ്റെ വിത്ത് എന്നിൽ വസിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ്റെ വിത്ത് എന്നിൽ വസിക്കുന്നു. അതെവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും അത് കിളിർത്ത് വളരും, 100 മേനി വിളവ് വരും, അത് വേഗത്തിൽ പടർന്നു പിടിക്കും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്രിസ്തീയ ജീവിതത്തിന് ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല, എല്ലായിടത്തേക്കും അത് വ്യാപരിക്കും. അങ്ങനെ കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. 50-ാം വാക്യം, യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ആരെയൊക്കെയാണ് യഹൂദന്മാർ കയ്യിൽ ഉപകരണമായിട്ട് ഉപയോഗിച്ചത്? യഹൂദന്മാർ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെ, പട്ടണത്തിലെ പ്രധാനികളെയും, ഭക്തിയുള്ള മാന്യരായിട്ടുള്ളവർ അവരെ ഇളക്കി. നല്ല മനുഷ്യരെ മറിച്ചു കളയുന്ന പിശാചിന്റെ തന്ത്രം. ഇവരെല്ലാം രക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു, ഇവരിൽ ഇത് വ്യാപരിക്കേണ്ടതായിരുന്നു. എന്നാൽ അവരെ മറിച്ചു കളയുന്ന, അവരെ സുവിശേഷത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുന്ന ചില പൈശാചികതയാണ് ഇന്ന് നമ്മൾ കാണുന്നു. നല്ല മനുഷ്യർ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നു, നല്ല മനുഷ്യർ കർത്താവിൻ്റെ രാജ്യത്തിനെതിരെ നിൽക്കുന്നു. ബൈബിൾ വായിക്കുമ്പോൾ കർത്താവിന് നല്ലവരെന്നില്ല, ചീത്തവരെന്നില്ല, വിശ്വസിക്കുന്നവരെയാണ് വേണ്ടത്. അപ്പോൾ തന്നെ ഭക്തിയുള്ള നല്ല മനുഷ്യനായിരുന്ന കൊർന്നേലിയോസിന്റെ കുടുംബം വീടടക്കം കർത്താവിലോട്ട് അവരുടെ ഫാമിലികൾ മുഴുവനും വന്നതും നമ്മൾ കാണുന്നു. ഭക്തിയുള്ള ലുദിയ എന്ന സ്ത്രീ രക്ഷിക്കപ്പെട്ടത് നമ്മൾ കാണുന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാം. ഭക്തിയുള്ളവരെ പിശാച് അവൻ്റെ ആയുധമാക്കാറുണ്ട്. നിന്റെ മേലൊരു ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി ദൈവശക്തിയായിട്ട് മാറ്റപ്പെടണം. അല്ലെങ്കിൽ ആ ഭക്തി ഒരു വേഷം മാത്രമായി മാറും. ഭക്തിയുള്ള സ്ത്രീകളെ നശിപ്പിച്ചു കളഞ്ഞു. ഭക്തിയുള്ളവർ കർത്താവിലോട്ട് തിരിഞ്ഞാൽ വേഗത്തിൽ ദൈവരാജ്യം പരക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഭക്തിയുള്ളവരെ നശിപ്പിച്ചു കളയുന്ന ഒരു പൈശാചികതയുണ്ട്. നമ്മുടെ മേലുള്ള ഭക്തി ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് രുചി വരുത്താൻ കഴിയും? ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് രുചി വരുത്തും? നിലത്തിനും വളത്തിനും കൊള്ളില്ല എന്ന് വായിക്കും പോലെ കർത്താവിൻ്റെ ഭക്തിയിലാണ് നമ്മൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരേണ്ടത്. ചിലർക്ക് വിശ്വാസത്തിൽ വന്ന ശേഷം ഭക്തി ഉണ്ടാകാറുണ്ട്, എന്നാൽ ചിലർ ജന്മന ഭക്തിയുള്ളവരുണ്ട്. ഈ ജന്മന ഭക്തിയുള്ളവർ വിശ്വാസത്തിൽ വന്നാൽ വളരെ ശക്തിയോടെ പ്രയോജനപ്പെടും. അതാണ് ശൗൽ, പൗലോസായി മാറിയ വ്യക്തി. അവൻ ഭക്തനാണ്, അവനൊരു പരീശനാണ്. അവൻ്റെ മതത്തിൻ്റെ ഭക്തിയാണ് അവനെ എരിവുള്ളവനാക്കി ക്രിസ്ത്യാനികൾക്കെതിരെ നിർത്തിയത്. അവനെ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ അവൻ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവനായി മാറി. ഭക്തിയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിയുള്ളവരായി നമുക്ക് തീരാം. ഭക്തിയുള്ളവരെ മറിച്ചു കളയുന്ന പിശാചിൻ്റെ പ്രവണതകളെ കണ്ടുപിടിച്ച് നമുക്കതിനെ ജയിക്കാം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ദൈവവചനം ഞങ്ങളുടെ നാട് മുഴുവനും നിറയണം. ഞങ്ങൾ മുഖാന്തരം, ഞങ്ങളാകുന്ന ഈസ്റ്റ് മുഖാന്തരം എല്ലാ വീടുകളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും ഈ സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ.
പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. ഭക്തിയുള്ള സ്ത്രീകളെ, ഭക്തിയുള്ള പുരുഷന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ യേശുവിലേക്ക് തിരിയട്ടെ. പ്രത്യേകിച്ച് ഭക്തിയെ ദുഷ്ടത കൈകാര്യം ചെയ്യാനിടയാകരുത്. ഭക്തിയുള്ളവരെ ശത്രു തൊടരുത്. അവരുടെ ഭക്തിയെ പിശാച് മുതലാക്കരുത്. ആ ഭക്തി കർത്താവിലോട്ട് തിരിയാൻ കാരണമായി തീരണമേ. ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ ആഴ്ച മുതൽ അസാധാരണമായ ദൈവഭക്തിയുള്ള, ദൈവവചന നിറവുള്ള, സ്വർഗീയ ചിന്തയുള്ള ഓരോ വ്യക്തികളുമാക്കി ഞങ്ങളെ മാറ്റണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് കൃപ തരും. ജീസവരുടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായൊന്നുമില്ല. സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായി സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായൊന്നുമില്ല. കടൽ മീതെ നടന്നീരയ്യാ, കടുംപുയൽ അടക്കിയതീരേ. കടൽ മീതെ നടന്നീരയ്യാ, കടുംപുയൽ അടക്കിയതീരേ. സാത്താനെ ഒടുക്കിയതീരേ, സർവ്വവല്ലഭരേ. സാത്താനെ ഒടുക്കിയതീരേ, സർവ്വവല്ലഭരേ. കൂടുമേ, കൂടുമേ, എല്ലാം കൂടുമേ, ഉമ്മാലെ എല്ലാം കൂടും. കൂടാതത് ഒന്നുമില്ലേ, കൂടാതത് ഒന്നുമില്ല. സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായൊന്നുമില്ല. മരണത്തെ ജയിത്തീരയ്യാ, മരണത്തെ ജയിത്തീരയ്യാ, ഉയർത്തീരയ്യാ, മറുപടി വരുവീരയ്യാ, ഒരു മാറ്റം തരുവീരയ്യാ. എത്ര പേർ വിശ്വസിക്കുന്നു? മറുപടി ഒരു മാറ്റം തരുകീരയ്യാ. സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായൊന്നുമില്ല. സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യതകളെ നോക്കിക്കൊണ്ടൊന്ന് പാടിയാട്ടെ. സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം അസാധ്യമായി, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യം. കടൽ മീതെ നടന്നീരയ്യാ, ഒന്നുകൂടെ പാടിയത്. കടൽ മീതെ നടന്നീരയ്യാ, കടുംപുയൽ അടക്കിയത്, കാറ്റിനെ കടലിൽ അടക്കി നടന്നീരയ്യാ, കടുംപുയൽ അടക്കിയതീരേ. സാത്താനെ ഒടുക്കിയതീരേ, സർവ്വവല്ലഭരേ. സാത്താനെ ഒടുക്കിയതീരേ, സർവ്വവല്ലഭ. സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായൊന്നുമില്ല. സാധ്യമേ,
സാധ്യമേ, എല്ലാം സാധ്യമേ. ദൈവത്താൽ എല്ലാം അസാധ്യമാ ഒന്നുമില്ല, അസാധ്യമാ